ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് 1/2 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. 20 ചെറിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇത് നാടൻ വെളുത്തുള്ളിയാണത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത് ചതച്ചെടുക്കണം. ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണിത്. തേങ്ങ, കുറച്ച് തേങ്ങ വേണം. ഇതുപോലെ ഇങ്ങനെ നീളത്തിലിങ്ങനെ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുക. ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വലിപ്പമുള്ള സവാള 5 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അത് വട്ടത്തിലരിയണം. ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ ആകുമ്പോഴത്തേക്ക് കുറച്ച് അധികം സവാള വേണം. അതുകൊണ്ടാണ് 5 സവാള എടുത്തേക്കുന്നത്. 2 പച്ചമുളക് ചീന്തി അരിഞ്ഞത്. ഇത് 1/2 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഫുള്ളൊന്നും ഇടണ്ട. ആദ്യം കുറച്ച് ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് കുറച്ച് വെളുത്തുള്ളി ഇടുന്നതിന് കുറച്ച് ഇഞ്ചി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ബീഫിന് ആവശ്യമുള്ള ഉപ്പും ചേർക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കഷ്ണത്തിലൊക്കെ ഈ പൊടികൾ നന്നായിട്ട് പിടിക്കണം. അതെ, എല്ലാം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ മുളക് പൊടിയൊക്കെ ഇനി ചേർക്കുന്നുണ്ട്. മറ്റേ ഇനി നമ്മൾ മസാല ഇനി ഉണ്ടാക്കുമ്പോൾ അതിലാണ് മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ബീഫിന് മാത്രമായിട്ടുള്ള മുളക് പൊടിയാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാണ്ട് തന്നെ വേണം ഇത് വേവിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഈ ബീഫിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും നല്ലപോലെ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചൂടാകുമ്പോഴത്തേക്ക് ഇത് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വെക്കണം. ഇതിനകത്ത് ഈ കൂട്ടി വെച്ചിട്ട് 1 വിസിൽ, പിന്നെ സിമ്മിലാക്കിയിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് 2 വിസിൽ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മൾ ബീഫോടെ സ്റ്റവേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് വേറൊരു കടായി, നല്ല ചൂട് കട്ടിയുള്ളൊരു കടായി ചൂടാക്കാൻ വെക്കണം. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതായത് ഒരു നാടൻ കറിയല്ലേ, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണം ഒഴിക്കാനായിട്ട്. കുറച്ചധികം വെളിച്ചെണ്ണ വേണം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ മൂത്തിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് ഇഞ്ചി, നമ്മൾ ബാക്കി ഇരിക്കുന്ന ഇഞ്ചി, ആ എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടി. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മറ്റേതിൻ്റെ അകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇടാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇനി കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ചൂടിലങ്ങ് എല്ലാം കരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനിയിപ്പോൾ മുളക് പൊടിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇറക്കാം. 5 സവാളയാണ്, 5 വലിയ സവാള. ഇനി ഈ സവാള നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് വഴന്നു വരും. ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മറ്റേ ബീഫിൻ്റെ അകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട്. കുറച്ച് സമയം ഇതിങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ബ്രൗൺ കളർ ആയിക്കോളും. കുക്കർ ഞാൻ 3 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പൺ ആക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ബീഫിൽ നല്ലപോലെ വെള്ളം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. ബീഫിന് മായമില്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ ഒരു അര പീസ് പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ബീഫിലെ വെള്ളവും നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇത് ക്രഷ് ചെയ്ത കുരുമുളകാണ്. ഇനി കുരുമുളകും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുരുമുളകൊന്ന് മൂത്ത് വരണം ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചീന്തി അരിഞ്ഞതാണ്, അത് ചേർക്കാം. ഇനി ഇതിലേക്ക് കറികളുടെയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കറിവേപ്പില അത് ചേർക്കാം. കുറച്ചധികം ചേർത്തോ, നല്ലതാണ്. ഇപ്പം ആ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല കളർഫുള്ളായില്ലേ. ഇപ്പം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാല. ഗരം മസാല നമ്മൾ ഓൾറെഡി ചേർത്തതാന്നു, എന്നാലും ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം. അപ്പം ഞാൻ അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഗരം മസാലയൊക്കെ എപ്പോഴും ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കാൻ നോക്കുക. ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി ഇടുക. അപ്പോൾ കറിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ബീഫിലെ വെള്ളമൊക്കെ നന്നായി പോയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ സവാളയൊക്കെ കുഴഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ബീഫ് വരട്ടിയതൊക്കെ ചെയ്യുമ്പോൾ സവാള എപ്പോഴും ഒരുപാട് കിടക്കണം. എന്താ വെച്ചാൽ ബീഫിനേക്കാളും കൂടുതൽ കാണേണ്ടത് സവാളയാണ്. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവണം. എത്രയും ഡ്രൈ ആവുന്നോ അത്രയും നല്ലത്. ഒന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഇളക്കി നോക്കാം. ഇതിപ്പോൾ നല്ല മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില അടക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങാക്കൊത്തും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞപ്പോൾ ഇച്ചിരി കൂടി ചെറുതാക്കി അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വലുതാക്കി അരിഞ്ഞേ ഉള്ളൂ. പിന്നെ നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് നെയ്യുള്ള ബീഫാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് നെയ്യില്ലാത്ത ബീഫാണ് കിട്ടിയത്. അപ്പോൾ നെയ്യുണ്ടെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി.
ആ നെയ്യൊക്കെ അങ്ങ് നല്ലതായിട്ട് ഉരുകി വരുമല്ലോ. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.